പഞ്ചാഗ്നി, അടിയൊഴുക്കുകൾ തുടങ്ങിയ നഖക്ഷതങ്ങൾ തുടങ്ങി എത്രയോ സിനിമകൾ, ഒപ്പം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ എം.ടി. വാസുദേവൻ നായരെ തേടിയെത്തിയിട്ടുണ്ട്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി എം.ടി. വാസുദേവൻ നായരെ ആദരിച്ചത്. ഇപ്പോൾ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, എം.ടി. വാസുദേവൻ നായർ വിടവാങ്ങിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? അസുഖബാധിതനായിട്ട് അദ്ദേഹം ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലായ സന്ദർഭം മുതൽ കരുതിയതാണ് അദ്ദേഹത്തെ ഒന്ന് പോയി കാണണമെന്ന്. ഇന്നാണ് യഥാർത്ഥത്തിൽ അതിനുള്ള ഒരു സന്ദർഭം ഒത്തു വന്നത്. രാവിലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരെ കണ്ട് സംസാരിച്ചായിരുന്നു, കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പൊ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെയിൽ നിന്നും ഇന്ന് കുറച്ചുകൂടി വിഷമകരമായിട്ടുള്ള അവസ്ഥയുണ്ടായി എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് മലയാളികളായിട്ടുള്ള നമ്മൾ എല്ലാ പേരും ഒരു മഹാമേരുവിനെ ഓർക്കുന്നത് പോലെ ഓർക്കുകയാണ്. മലയാള ഭാഷയെ ലോകശ്രദ്ധയെ ആകർഷിക്കുന്നതിന്, ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവന നൽകിയ മഹാമനീഷിയാണ് എം.ടി. കൈവച്ചതെല്ലാം തന്നെ പൊന്നാക്കിയ പ്രതിഭയാണ് എം.ടി. എം.ടിക്ക് സമം എം.ടി. മാത്രം. മലയാള സിനിമയിലായിരുന്നാലും, കഥാരംഗത്തായിരുന്നാലും, നോവൽ രംഗത്തായിരുന്നാലും, സാംസ്കാരിക മേഖലയിലാകെ എം.ടിയുടെ സാന്നിധ്യം നാളെ മുതൽ ഇല്ലോ എന്നുള്ളത് വലിയൊരു നഷ്ടബോധമാണ് യഥാർത്ഥത്തിൽ മലയാളിക്ക്. ഒരു രക്ഷകൻ ഏതു സന്ദർഭത്തിലും രാജ്യം നാടഭിമുഖീകരിക്കുന്ന ഏതു പ്രശ്നങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളുടെ രക്ഷകനായിട്ട് എപ്പോഴും രംഗത്ത് വരുന്ന ഒരു മനീഷി നഷ്ടപ്പെട്ടു എന്ന സങ്കടം മാത്രമാണ് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ കഴിയുക. ശരി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിന് അല്ലെങ്കിൽ ഭാഷയ്ക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് എം.ടി. വാസുദേവൻ നായരുടെ വിയോഗം. നാളെ മുതൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് തീർച്ചയായും ആ വിടവ് നമുക്ക് ഒരിക്കലും നികത്താൻ കഴിയില്ല.